നമ്മുടെ കർമ്മപഥങ്ങളെ അവർ ചവിട്ടി മെതിക്കുന്നു. നമ്മുടെ ആശകൾക്കും സ്വപ്നങ്ങൾക്കും കടിഞ്ഞാണിടുന്നു. പകൽ വെളിച്ചത്തിലും മാനം കവര തക്കം പാർത്തിരിക്കുന്ന കഴുകന്മാരാണ് ചുറ്റിലും. സർവം സഹായായ ഭൂമി പോലും വിറങ്ങലിച്ചു പോകുന്നു. എന്നാണ് ഇതിനൊരവസാനം? പ്രജകളുടെ ക്ഷേമമാണ് അധികാരിയുടെ ലക്ഷ്യം. സാമാന്യ ജനത്തിന്റെ ആകുലതകളും നൊമ്പരവും അധികാരികളുടെയും നൊമ്പരമാകണം. എന്നാലേ പ്രജകളുടെ മനസ്സറിയാൻ കഴിയും. എന്തും സഹിക്കുന്ന മരപ്പാവകളായി ജനത്തെ കരുതുന്നവർ വിഡ്ഢിവേഷം കെട്ടിയ രാജാക്കന്മാരെ പോലെയാണ്. ഏകാധിപതികളുടെ അധികാര കോട്ടകൾ ത്യാഗോജ്വല സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും തകർത്തെറിഞ്ഞ പാരമ്പര്യമാണ് നമ്മുടെ. മനസ്സിലായില്ലേ? വെള്ളം കയറി മുങ്ങിത്താഴുന്ന തോണിക്കാരന്റെ അവസ്ഥയാണിപ്പോ. ഇനിയും അധിക നാളത് താങ്ങാനാവില്ല. ഞാനാകെ അശക്തയായി പോകുന്ന പോലെ. എനിക്ക് ഭയമാകുന്നു. അരുത്, ഭയപ്പെടരുത്. പല ദിക്കുകളിൽ നിന്നും പേമാരിയും കൊടുങ്കാറ്റും ആഞ്ഞടിക്കും. കടൽ പ്രക്ഷുബ്ധമാകും. തിരയടങ്ങിയ ജലാശയത്തിൽ ഹിമപാളികൾ പോലെ കബന്ധങ്ങൾ ഉയർന്നു വരും. മഞ്ഞുമലയിൽ തട്ടി ആടിയുലയുന്ന മഹായാനത്തെ നിയന്ത്രിച്ച് സഹയാത്രികളുടെ ജീവൻ രക്ഷിക്കുന്ന കപ്പിത്താന്മാരാകണം നാമെല്ലാം. അതിനായി നമുക്ക് ധീരതയോടെ ഒത്തൊരുമിക്കാം. കടലുകൾ പടകമുയർത്തി, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി, യുഗങ്ങൾ നീതി. പക്ഷേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. റിഹേഴ്സലൊക്കെ നടക്കുന്നു? ആ, റിഹേഴ്സൽ നടക്കുന്നു. എന്താ വിഷയം? വിഷയം നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ തന്നെ. ശങ്കരണ്ണ, ഇത്തിരി ചൂടുവെള്ളം തന്നെ. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 95 പൈസയും ഡീസലിന് 65 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. എണ്ണവില ദിവസവും പുതുക്കി നിശ്ചയിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയത്തിൻ്റെ ഭാഗമാണ് ഈ വർധനവ് ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞു നിൽക്കുമ്പോഴും എണ്ണവില ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ എണ്ണ കമ്പനികളെ വഴിവിട്ട് സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. ഇങ്ങനെ പോയ പെട്രോളിന്റെ വില 100-ലെത്താൻ വലിയ താമസമൊന്നും. സാധനങ്ങളുടെ വില വാണം പോലെയല്ല കുതിച്ചേറുന്നത്. പിന്നെ അല്ലാതെ അതിന്റെ കൂടെ ഒരു GST. GST കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ GST. ഇങ്ങനെ ഒരു കൊള്ളയുണ്ട്. കണക്കിന് പോയ കച്ചവടം നിർത്തേണ്ടി വരും. ഇതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഗുണമുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. ചിത്രത്തിന്റെ പേര് മാറ്റാമെങ്കിൽ പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ്. വന്ന് സിനിമ പിടിച്ചാലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം. അല്ല മാഷേ, നാടകത്തിന് ഇതേപോലെ വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ ഒരു ചായ അടുപ്പം കുറച്ച്. പിഞ്ചുകുട്ടികൾ പോലും നരാധമന്മാരുടെ കൈകളിൽ എരിഞ്ഞൊടുക്കുമ്പോൾ
നിശബ്ദത പാലിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പൗരബോധമുള്ള യുവജനത ഓരോ മെഴുതിരി തെളിച്ച് പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധ കൂട്ടായ്മ സൂപ്പർ ബീഫ്. അത് പിന്നെ ഇവിടെ നല്ല പോത്തിനെ അല്ലേ മേടിക്കും. ഈ എരിയൊക്കെ ചേർത്ത് നല്ല നാടൻ പാചകവും. ശങ്കരേട്ടാ, എന്നാ എനിക്കൊരു ബീഫ് എടുത്തോ. സുജിത്തെ, ഇപ്പൊ PB നടക്കല്ലേ? ഇപ്രാവശ്യം സ്വപ്പൊക്കെ എടുക്കും. എന്തൊക്കെ പ്രശ്നങ്ങളാ. പൈസ ശങ്കര, ഞാൻ ഇങ്ങടെ ഇറങ്ങാം. റോസിയെ, പുതിയ നാടകത്തിന് റിഹേഴ്സൽ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞേ. നീ എന്താ ഒന്നും മിണ്ടാത്ത? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന്? ഒന്നുമില്ലേ? ഞാൻ നിന്നെ ആദ്യമായിട്ടാ കാണുന്നേ. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വല്ല വിചാരമുണ്ട്. പിന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പാതിരയ്ക്ക് ഓടിക്കതച്ച് ഇവിടെ എത്തണോ? പത്രത്തിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുന്നില്ലേ? എഴുത്തുകാരെയും മറ്റും തല്ലിയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. ഓ, നീ അതോർത്തൊന്നും വിഷമിക്കണ്ട. അത് ഓരോ സംഘടനകളും അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതല്ല, അതും പേടിച്ച് ഞാൻ ഈ വീട്ടിൽ കുത്തിയിരുന്നാലേ എൻ്റെ പ്രവർത്തികളും നടത്തിയില്ലെങ്കിൽ പിന്നെ ഞാനാരാ? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു നീറ്റില്ല. നീ അതൊന്നും വിഷമിക്കണ്ട. അത് ഞാൻ ഭക്ഷണത്തിൽ കഴിച്ചു. അയ്യോ, ഇല്ലില്ല, ഇന്ന് ഫൈനൽ റിഹേഴ്സൽ നടക്കുന്ന സമയമല്ലേ, എന്തായാലും വൈകും. ഇതാരൊക്കെയാ? എങ്ങോട്ടാ മാഷേ ധൃതിയില്? ഞാൻ എന്നോട് ക്ഷമിക്കണം, കാരണം പലത് കാര്യം ആലോചിച്ച് നടക്കുന്ന കാരണം കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് തോന്നി. പിന്നെ നാടകത്തിൻ്റെ റിഹേഴ്സലുണ്ട്, സമയവും വൈകി. പിന്നെ മകൻ വരാറില്ലേ? അവൻ കുറേ നാളായി വന്നിട്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും. ഓ, അതിൻ്റെ ടെൻഷനൊന്നും അവനില്ല. അവൻ നാടകവും നോവലും കൊണ്ട് നടക്കുകയല്ലേ. ഈയിടയ്ക്ക് മാസികയിൽ വന്നായിരുന്നു. കണ്ടിരുന്നു, വായിച്ചു. മാസ്റ്റർ എടുത്ത പുസ്തകങ്ങൾ വായിച്ചും നാടകങ്ങൾ കണ്ടുവാണ് അവൻ എഴുതി തുടങ്ങിയത്. ഇപ്പോ നാടകമോ നോവലോ എന്തോ അവ എഴുതുന്നെന്ന് പറയുന്ന കേട്ടു. നല്ലത്. അവനോടൊന്ന് സൂക്ഷിച്ചോളാൻ പറയും. കാലം നല്ലതല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടിണി പാവങ്ങളുടെ ആർത്തനാദം പടിഞ്ഞാറേ ചക്രവാളത്തിൽ അരുണസ്ഫുലിംഗമായി ജ്വലിക്കും. അതിൽ നിന്റെ ഈ ധാർഷ്ട്യം എരിഞ്ഞടങ്ങും. അരുത്, അവരൊന്നും ചെയ്യരുത്. അവർ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എന്റെ അരുമ മക്കളെ സ്വതന്ത്രരാക്കൂ. മാഷേ, മാഷ് വൈകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാവരും വന്നില്ലേ? നടക്കട്ടെ, നമുക്ക് നോക്കാം. വേണോ? ഹേ, എന്താണ് ഇവിടെ കാട്ടുന്നത്? പാവം പ്രജകളെ വെറുതെ വിടൂ. ഇതിനുള്ള അധികാരം നിനക്ക് ആര് തന്നു?
ഇവന്റെ നാവരിഞ്ഞ് കണ്ണുകൾ മൂടിക്കെട്ടി തടവറയിലാക്കൂ. ഇത് അനീതിയാണ്, അതിക്രമമാണ്. എങ്ങനെയുണ്ട് മാഷേ? നന്നാവുന്നുണ്ട്. കൊള്ളാം. സ്റ്റേജ് പെർഫോമൻസ് ഒന്നുകൂടെ നന്നാവണം. 2-3 റിഹേഴ്സലും കൂടെ വേണം. അത് ശക്തമായിട്ട് എടുക്കണം. ചെയ്യാം. ഓക്കെ മാഷേ, ഞാനാ വഴിക്കാം. അതെ, ഞാൻ വീട്ടിലോട്ടാക്കാം. ആ എന്നാൽ ശരി, പോട്ടെ. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇവിടെയോ? ആ, ഞാൻ കൊണ്ടാക്കാം മാഷേ. വേണ്ട, ഞാൻ അതിലേ എളുപ്പവഴിക്ക് പോവാം. പന്ത്രണ്ട് സ്റ്റിച്ചുണ്ട്. നല്ല മയക്കത്തില. വേണ്ട, വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. ആൾക്കാരാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞോ? നല്ല ഇരുട്ടായിരുന്നു, ആരെയും കണ്ടില്ലെന്നാ പറഞ്ഞേ. കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാലും ജോസിനത് എവിടുന്ന ശത്രുക്കൾ? പുറത്തുനിന്ന് എന്തിനാ ശത്രുക്കൾ? ഇന്നലെ ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചതായിരുന്നു. അറം പറ്റിയ പോലെ തോന്നുന്നേ. ഇങ്ങനെ വിഷമിക്കില്ലേ ചേച്ചി? പോലീസിൽ പരാതി കൊടുത്തില്ലേ? ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു. നല്ല മയക്കമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. പരാതി എഴുതി കൊടുത്തേ രസീത് വാങ്ങണം. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തിയിട്ട് എന്തിനാ? കിട്ടാനുള്ളത് കിട്ടിയില്ലേ? അങ്ങനെ പറയരുത് ചേച്ചി, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇന്ന് ജോസേട്ടനാണെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്ക് സംഭവിക്കാം. നമുക്ക് ഇതൊരു ചർച്ചാ വിഷയമാക്കണം. വേണം, തീർച്ചയായും വേണം. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും വിളിക്കണം. വിളിക്കാം. ഞങ്ങൾ വരാം. ശരി, ഇറങ്ങട്ടെ. എന്താ മോനെ? മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമുണ്ട്. മനുഷ്യന് വികാസമാർന്ന ഒരു മസ്തിഷ്കമുണ്ട്. ആ മസ്തിഷ്കത്തിൻ്റെ സർഗാത്മകമായ ശേഷിയാണ് സ്വയം ആവിഷ്കരിക്കാനും പുനരാവിഷ്കരിക്കാനുമുള്ള കഴിവ്. ആ കഴിവിനെ സ്വയം ആവിഷ്കരിക്കാനും പുനരാവിഷ്കരിക്കാനും സർഗാത്മകമായി പുനഃസൃഷ്ടിക്കാനുമുള്ള കഴിവിനെ തടയുക എന്നുള്ളത് ആ ചിന്താസരണിയുടെ സാംസ്കാരികമായ പുരോഗമനപരമായ ആവിഷ്കാരമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
അടിച്ചമർത്തപ്പെടാനുള്ളതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിയോജിപ്പിന്റെ സ്വരങ്ങൾ അടിച്ചമർത്തുന്നു എങ്കിൽ അതൊരിക്കലും എഴുത്തുകാരൻ ആക്രമിച്ചുകൊണ്ടാകരുത്, പകരം ആശയപരമായി വേണമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ സമൂഹത്തിന് നൽകുന്നു. നന്ദി. വടുവനും വള്ളുവനും ചരകനും ചാണക്യനും പ്രപഞ്ചശക്തിക്കു മാനങ്ങൾ പകർന്ന് ശ്രീബുദ്ധനും ശ്രീരാമകൃഷ്ണനും അജ്ഞതയുടെ അന്ധതയകറ്റി വിപ്ലവത്തിലൂടെ വെളിച്ചം വീശിയ റാണി ലക്ഷ്മീഭായിയും ചന്ദ്രബോസും നാനാത്വത്തിലും ഏകത്വമെന്ന് ധർമ്മദർശനം നടത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും സോഷ്യലിസമെന്ന സമത്വദർശനത്തിന്റെ പര്യായമായ ദാർശനിക നിപുണന്മാർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും തുടങ്ങി കൽബുർഗി ഗോവിന്ദ് പൻസാരെ ഉൾപ്പെടെയുള്ള സാഹോദര്യാഭിജ്ഞന്മാർ വിഭാവനം ചെയ്ത ഈ ഭാഗ്യഭൂമിയെ ഇനിയും ഒരു ഭ്രാന്താലയമാക്കിക്കൂടാ.